ഹലോ, ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഷോൾഡർ ഇഞ്ചുറീസിനെ പറ്റിയാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്മാഷ് ചെയ്യുമ്പോൾ ബാഡ്മിൻ്റൺ, വോളിബോൾ, ഷോട്ട് പുട്ട്, ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ആക്ഷൻ വരുമ്പോൾ ഷോൾഡർ ജോയിൻറ്റിൽ കുറച്ച് ഡാമേജസ് വരും. ഇത് ഷോൾഡർ, എൽബോ, റിസ്റ്റ് ഇഞ്ചുറീസ് വരാൻ സാധ്യതയുള്ള സ്പോർട്സാണ്. ഇന്നത്തെ ടോപ്പിക് ഷോൾഡർ ജോയിൻറ്റിനെ പറ്റിയാണ്. ഷോൾഡറിൽ മെയിനായിട്ട് രണ്ട് കാരണം കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഫസ്റ്റ്, ഒന്നുകിൽ മസിലിൻ്റെ ഡാമേജ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ്, നമ്മളുടെ എല്ലിൻ്റെ ഇടയിൽ കുറേ പേശികളുണ്ട്, അതിന് ഡാമേജ് വന്നിട്ടുണ്ടാവാം. ഇന്നത്തെ ടോപ്പിക് ഈ മസിലിനെ പറ്റിയാണ്. ഈ മസിൽ ഷോൾഡർ ജോയിൻറ്റിനകത്ത് വന്നാൽ പിടിപ്പിക്കുന്നത്. നമ്മൾ ഈ ആക്ഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ജോയിൻറ്റ് ഉറപ്പ് കുറയും, അത് ഭയങ്കര സ്റ്റെബിലിറ്റി കുറയാൻ തുടങ്ങും. സോ പെട്ടെന്ന് കൈ ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കുമ്പോൾ സ്മാഷ് ചെയ്യാൻ ഈ മസിലിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ലോഡിങ് വരും. ആ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗത്ത് പൊട്ടിപ്പോവും. സിവിയർ പെയിനായിട്ടാണ് വരാം, പിന്നെ ചെറിയൊരു മുഴയായിട്ട് വരും ഇവിടെ. ആ മസിൽ വിടുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി പോവും. ഇതിൻ്റെ ഡയഗ്നോസിസ് MRI എടുത്തിട്ടാണ്. ഇതിൻ്റെ പ്രിവെൻഷനാണ് നമ്മൾ ഇന്നത്തെ സംസാരം. ട്രീറ്റ്മെൻറ്റ് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ചെയ്യാം. ഭൂരിഭാഗം ആൾക്കാർ 5-6 ദിവസം ജോലി ചെയ്തിട്ട് 6ാമത്തെ ദിവസം, സാധാരണ സൺഡേസ് ആണ് കളിക്കുക. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ പെട്ടെന്ന് വാമപ്പ് ചെയ്യാതെ കളിച്ചാൽ പ്രശ്നങ്ങൾ വരും. സോ റെഗുലറായിട്ട് വാമപ്പ് ചെയ്യുക, റെഗുലറായിട്ട് സ്ട്രെച്ച് ചെയ്താൽ ഈ ഇഞ്ചുറീസ് വരില്ല. ബിക്കോസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ നമുക്ക് ഒരു ചെറിയ സമയത്ത് മാക്സിമം എനർജി വേണം. നമ്മൾ പഞ്ച് ചെയ്യുന്ന ഇടിക്കുന്ന പോലെയാണ്. റെഗുലർ വാമപ്പ് ഇല്ലെങ്കിൽ ആ മസിൽ വിട്ടുപോകും. സോ റെഗുലറായിട്ട് വാമപ്പ് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. താങ്ക് യു.